ഇനി ഖാസിമിയുടെ മറ്റൊരു ഇബാദത്ത് കൂടി നിങ്ങളൊന്ന് കാണുക. ഞാൻ എനിക്ക് പറയാനുള്ളത് വളച്ചുകെട്ടില്ലാതെ പറയുന്ന ഒരു നയമാണ് എന്റെ. കാരണം പ്രസംഗം എനിക്കൊരു തൊഴിലല്ല, അതൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പിൽ അസഖവുമാണ്. അവർക്ക് അല്ലാഹുവിന്റെ ദീനും സുന്നത്തമായത്തിൽ അവർക്ക് താല്പര്യമില്ല. കൈരളിയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും ആയിരക്കണക്കിന് മസ്ജിദുകളും മർക്കസുകളും മദ്രസകളും പണിതുയർത്തി മതത്തിന്റെ മഹിത മൂല്യങ്ങളെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആ ആത്മീയ നായകന് ദീനല്ല വലുത് എന്ന് ഖാസിമി താങ്കൾ പറഞ്ഞല്ലോ. ഇല്ല, കാന്തപുരത്തിന്റെ ദീനീ സേവനങ്ങൾ കൈരളിയും കടന്ന് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നീളുകയാണ്. കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകയുടെ മണ്ണിൽ മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന മസ്ജിദുൽ തഖ്വ കാന്തപുരം പണിതുയർത്തിയ ആയിരക്കണക്കിന് പള്ളികളിൽ ഒരു പള്ളി മാത്രമാണ്. വിജ്ഞാനത്തിന്റെ സാമ്രാജ്യമായി 10,000കണക്കിന് വിദ്യാർത്ഥി സമൂഹത്തിന് അത്താണിയായി കാരന്തൂരിലെ കേരവൃക്ഷങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന സുന്നി മർക്കസ് കാന്തപുരത്തിന്റെ 100 കണക്കിന് വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒരു വിജ്ഞാന കേന്ദ്രം മാത്രമാണ്. കേരളത്തിന്റെ മണ്ണിലോ കേരളത്തിന് പുറത്തോ ഒരു മസ്ജിദ് പോയിട്ട് ഒരു മദ്രസ പോലും നിർമ്മിക്കാൻ സാധിക്കാത്ത നിങ്ങളാണോ കാന്തപുരത്തിന് ദീൻ പഠിപ്പിക്കാൻ വരുന്നത്? ഖാസിമി, സമസ്ത എന്ന പവിത്രമായ സംഘടന ഇവിടെ നിലവിൽ വന്നത് എന്തിനാണെന്ന് താങ്കൾക്കറിയുമോ? അഹ്ലുസുന്നയുടെ അഠയ്യമായ ആദർശത്തിന്റെ അതുല്യമായ മുന്നേറ്റത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന നവീനവാദികൾക്കെതിരെയും പുത്തൻ ത്വരീഖത്തുകൾക്കെതിരെയും പടപൊരുതുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പവിത്രമായ സംഘടന രൂപീകരിച്ചത്. സമസ്തയുടെ അർദ്ധചന്ദ്ര നക്ഷത്ര കുബ്ബാങ്കിത ഹരിതധവള കുങ്കുമ ത്രിവർണ പതാകയുടെ പിന്നിൽ അണിനിരന്ന മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെയും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയും ധീരമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സമസ്ത എന്ന പവിത്രമായ സംഘടന നവീനവാദികളുടെ കോട്ടകൊത്തളങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ട് നിരവധി സംവാദങ്ങളിലൂടെയും 100 കണക്കിന് മുഖാമുഖങ്ങളിലൂടെയും ഗണ്ണന പ്രസംഗങ്ങളിലൂടെയും സുന്നത്ത് ജമാഅത്ത് എന്താണെന്നോ കേരള ജനതയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിളിക്കുന്നവരോട് ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടത്തും ഞങ്ങൾ. കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ ആയത്ത് കണ്ടോളി. ഫൈൻ തിബ്നലക്കും നോക്കോ, ഫൈൻ തിബ്നലക്കും എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കല്ലേ, നിർത്തിക്കഴിഞ്ഞ മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. ആയത്തോദന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. അവർക്ക് അല്ലാഹുവിന്റെ ദീനും സുന്നത്തമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അവർക്ക് അല്ലാഹുവിന്റെ ദീനും സുന്നത്തമായത്തിൽ അവർക്ക് താല്പര്യമില്ല. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എടവണ്ണ പോലുള്ള ഒരു വഹാബി കേന്ദ്രത്തിൽ, കുറ്റ്യാടി പോലുള്ള ഒരു മൗദൂദി കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആശയത്തിനെതിരെ സംസാരിക്കാൻ സാധിക്കുന്ന വല്ല വഹാബികളും വല്ല മൗദൂദികളും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി നടത്തിയിട്ട് 5 മിനിറ്റ് കസേരയിലിരിക്കാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതൻ നിങ്ങൾക്കൊപ്പമുണ്ടോ? ആദർശ പ്രസ്ഥാനത്തെ ഉച്ചാടനം ചെയ്യാൻ വരുന്നവർക്കെതിരെ കാരിരുമ്പിന്റെ കരുത്തോടെ ഉരുക്കുകോട്ടയേക്കാൾ ബലത്തോടെ ഉറച്ചുനിന്ന് പോരാടിയ ചരിത്രമാണ്
കാന്തപുരത്തിനും കാന്തപുരത്തിന്റെ അനുയായികൾക്കുമുള്ളതോ? ഇപ്രകാരം നവീനവാദികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുന്ന വിഷയത്തിലുള്ള ഐക്യത്തിനാണ് കാന്തപുരം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഞങ്ങൾക്ക് വേറെ ചീത്ത പറയുന്ന പണിയില്ലല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഭിന്നിപ്പിക്കുന്ന ആളുകളല്ല, ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ്. പക്ഷേ സത്യത്തിൽ മാത്രമുള്ള ഐക്യം, സുന്നത്തുമായിട്ടുള്ള ഐക്യം, സുന്നി ഐക്യം, സുന്നി ഐക്യം അതിവിടെ വേണം. അതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആ കൊടിക്കീഴിൽ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും. അതിനെല്ലാവരും സഹകരിക്കുക, എല്ലാവരും കൂടുക. ഞങ്ങൾ അങ്ങോട്ടും കൂടാം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം. അല്ലാത്തതിൽ ഞങ്ങൾക്ക് നിർവാഹമല്ല. റസൂലുള്ളാഹിന്റെ കൊമ്പ വളർത്തിയറിയണമെന്ന് പറയുന്നവരെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. റസൂലുള്ളാഹിന്റെ ബദൽ പറയുന്ന ആളുകൾ അത് തെറ്റിപ്പോയി എന്ന് പറയുന്നവരെ കൂടെ ചെല്ലാൻ ഞങ്ങൾക്ക് വഴിയില്ല. അതുപോലെ ഭീകരവാദം വേണമെന്ന് പറയുന്ന ആളുകളെ കൂടെ ചേരാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. ഈ ഐക്യശ്രമങ്ങൾക്ക് ശക്തി പകരാൻ കാന്തപുരത്തോടൊപ്പം ഞങ്ങളും തയ്യാറാണെന്ന് പറഞ്ഞു രംഗത്ത് വരുന്നവരെ പിന്തിരിപ്പിക്കാനാണ് ഖാസിമി താങ്കൾ ശ്രമിക്കുന്നതെങ്കിൽ ആ ഗൂഢതന്ത്രങ്ങൾ സുന്നി കേരളം തിരിച്ചറി